വെൽക്കം ബാക്ക്. നമുക്ക് അഡ്വാൻസ് ടാക്സിൻ്റെ മെറ്റീരിയലിനകത്തുള്ള പ്രോബ്ലംസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം അല്ലേ. നോക്കി, ഫൈൻഡ് ഔട്ട് ദ എമൗണ്ട് ഓഫ് അഡ്വാൻസ് ടാക്സ് പേയബിൾ ബൈ മിസ്റ്റർ എ ഓൺ എ സ്പെസിഫൈഡ് ഡേറ്റ്സ് അണ്ടർ ദി ഇൻകം ടാക്സ് ആക്ട് 1961 ഫോർ ദ ഫിനാൻഷ്യൽ ഇയർ 1920. ബിസിനസ് ഇൻകം തന്നിട്ടുണ്ട് 4,85,000 ആണ്. ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടായിരിക്കുന്നത് എപ്പോഴാണ് നോക്കി, ബിഫോർ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് അല്ലേ. ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യേണ്ടത് എപ്പോഴാണ്? ഏപ്രിൽ മെയ് ജൂൺ 15-ാം തീയതിക്ക് മുമ്പാണ് ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് പേ ചെയ്യേണ്ടത്. സോ ഇവിടെ ആ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റിന് മുമ്പ് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടായിട്ടുണ്ട് 60,000, വിന്നിംഗ് ഫ്രം ലോട്ടറീസ് ഉണ്ടായിട്ടുണ്ട് 50,000. ഇത് രണ്ടും ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റിന് മുമ്പാണ്. ദാറ്റ് മീൻസ് ഫസ്റ്റ് റിവിഷൻ തന്നെ നമുക്ക് കറക്റ്റ് ആണ്. ഇത് കഴിഞ്ഞ് അല്ലെങ്കിൽ ഫസ്റ്റ് കാൽക്കുലേഷൻ തന്നെ കറക്റ്റ് ആണ്. ഇത് കഴിഞ്ഞിട്ട് എന്തിൻ്റെ ആവശ്യമില്ല, റിവിഷൻ്റെ ആവശ്യമില്ല. ചെയ്ത് മനസ്സിലായോ? ഇനി ഇൻട്രസ്റ്റ് ഓൺ ലോൺ 10,000 ആണ്. അതർ ഇൻകം 5,000. ഇൻവെസ്റ്റ്മെന്റ് ഇൻ PPF 10,000 വരുന്നുണ്ട്. ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്, അതായത് TDS തന്നിട്ടുണ്ട് എത്രയാ, 38,000. ഇവിടെ കേസ് 2-നകത്ത് TDS തന്നിട്ടുണ്ട് 15,000. സോ രണ്ട് കേസ് പ്രകാരമുള്ള രീതിയിൽ നമുക്ക് ആൻസർ ചെയ്ത് നോക്കാം. ഞാൻ പറഞ്ഞ കാര്യം മറക്കരുത്, ഇത് രണ്ടും ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റിൽ തന്നെയാണ് നമുക്ക് ചെയ്തിരിക്കുന്നത്. സോ എഗെയിൻ നമുക്ക് വഴിയിൽ എവിടെയും വെച്ച് എന്ത് ചെയ്യേണ്ടി വരുന്നില്ല, റിവിഷൻ ചെയ്യേണ്ടി വരുന്നില്ല. സോ നോക്കി, പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഫ്രം ബിസിനസ് ഓഫ് പ്രൊഫഷൻ 4,80,000 വരുന്നുണ്ട്. ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ 60,000 റുപ്പീസ് ആണ് പറഞ്ഞത് അല്ലേ. പിന്നെ ഇൻകം ഫ്രം അതർ സോഴ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വിന്നിംഗ് ഫ്രം ലോട്ടറി ഒരു 50,000 ഉണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ലോൺ 10,000, അതർ ഇൻകം 5,000, അങ്ങനെ ടോട്ടൽ 65,000 വരും. നമ്മുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം 4,85,000, 60,000, 65,000, ടോട്ടൽ 6,10,000 റുപ്പീസ് വരും. PPF-ലോട്ട് ഒരു ഡിഡക്ഷൻ പറഞ്ഞിട്ടുണ്ട് 10,000, മൈനസ് ചെയ്യുമ്പോൾ നമ്മുടെ ഇൻകം എത്രയാ, 6 lakh വരും ആണല്ലോ. ഈ 6 lakhനകത്ത് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ 60,000 വരും. നമ്മുടെ ഏതാ വിന്നിംഗ് ഫ്രം ലോട്ടറി ഒരു 50,000 വരും ആണല്ലോ. കാരണം ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എത്ര ശതമാനം ടാക്സ് അടക്കണം, 20% ടാക്സ് അടക്കണം ആണോ. ഇനി ക്യാഷ് ഇൻകം ആണ് അല്ലെങ്കിൽ വിന്നിംഗ് ഫ്രം ലോട്ടറി ആണെങ്കിൽ 30% ടാക്സ് അടക്കണം, അങ്ങനെയല്ലേ പറഞ്ഞേ. സോ ടോട്ടൽ ഇൻകം 6 ലക്ഷമാണ്. ആ 6 ലക്ഷത്തിനകത്ത് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ 60,000 20% 12,000 വരും. ആൻഡ് ദ സെക്കൻഡ് വൺ വിന്നിംഗ് ഫ്രം ലോട്ടറി 50,000 ആണ്, അതിന്റെ 30% 15,000 വരും. ബാലൻസ് എത്രയാ, 4,90,000. ആ 4,90,000-നകത്ത് 2.5 lakh വരെ എക്സെപ്റ്റഡ് ആണ് അല്ലേ. ബാലൻസ് നോക്കിയേ എത്ര വരും, 4,90,000 മൈനസ് 2,50,000, 2,40,000 വരും ഇൻറ്റു 5%. എത്രയാ, 12,000 വരും. സോ ടോട്ടൽ ടാക്സ് ലൈബിലിറ്റി 39,000 വരും രണ്ട് കേസിനകത്തും. ഇനി അതിൻ്റെ 39,000-ന്റെ 4% 1,560 രൂപ വരും എന്ത്, സെസ്. സോ ടോട്ടൽ 40,560 രൂപയാണ് നമ്മുടെ ടാക്സ് ലൈബിലിറ്റി ആയിട്ട് പറഞ്ഞത്. അതിനകത്ത് നിന്ന് രണ്ട് TDS റൈറ്റുകൾ പറഞ്ഞിട്ടുണ്ട്, രണ്ട് സിറ്റുവേഷൻസ്, രണ്ട് കേസ് പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തേനകത്ത് 38,000 രൂപ TDS-ഉം രണ്ടാമത്തേനകത്ത് 15,000 രൂപ TDS-ഉം. സോ TDS മൈനസ് ചെയ്യുമ്പം ഇവിടെ 2,560-ഉം ഇവിടെ 25,560-ഉമാണ് പറഞ്ഞത് അല്ലേ. എന്താ പ്രത്യേകത? ദാറ്റ് മീൻസ് ഇത് 10,000-ന് മുകളിലാണെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇത് 10,000-ന് മുകളിലാണെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മൾ അഡ്വാൻസ് ടാക്സ് പേ ചെയ്താൽ മതി ആണല്ലോ. ഇവിടെ കേസ് നമ്പർ 1-നകത്ത് നമുക്ക് അപ്പോൾ എന്ത് പേ ചെയ്യേണ്ടി വരില്ല, അഡ്വാൻസ് ടാക്സ് പേ ചെയ്യേണ്ടി വരില്ല. കേസ് നമ്പർ 2-ൽ മാത്രം നമുക്ക് എത്ര പേ ചെയ്താൽ മതി, 25,560 രൂപയ്ക്ക് അഡ്വാൻസ് ടാക്സ് പേ ചെയ്താൽ മതി അല്ലേ. നോക്കി, കേസ് 1, since the amount of advance tax is less than 10,000, assessee is not liable to pay advance tax. പക്ഷേ രണ്ടാമത്തേന് ചെയ്യണം. രണ്ടാമത്തേനകത്ത് നമുക്ക് ഈ സെക്കൻഡ് ഓൾട്ടർനേറ്റീവ് അടിസ്ഥാനപ്പെടുത്തി ചെയ്യാം. നോക്കി, മൊത്തം 25,560 അല്ലേ. 25,560 ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് 15% ആണ്. എത്രയാ, 3,834 വരും. ഇനി നമ്മൾ പഠിച്ച സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ 25,560-ന്റെ 45% ആണ് അല്ലേ. അതിനകത്ത് ഓൾറെഡി നമ്മൾ എത്ര പേ ചെയ്തിട്ടുണ്ട്, 3,834 രൂപ പേ ചെയ്തിട്ടുണ്ട്. സോ 7,668 രൂപ വരും. ഈ മെത്തേഡ് കേട്ടോ കുറച്ചും കൂടെ നല്ലത്. ഓക്കെ. ആൻഡ് ദ തേർഡ് ഇൻസ്റ്റാൾമെന്റ് നമ്മൾ പഠിച്ച റൂൾ അനുസരിച്ച് നമ്മൾ പറയണേ, തേർഡ് ഇൻസ്റ്റാൾമെന്റ് എന്ന് പറയുന്നത് 75% അല്ലേ. സോ 25,560 ഇൻറ്റു 75% വരും 19,170. അതിനകത്ത് ഓൾറെഡി നമ്മൾ എത്ര പേ ചെയ്തിട്ടുണ്ട്, 7,668-ഉം 3,834 പേ ചെയ്തിട്ടുണ്ട്. സോ ബാലൻസ് എത്ര അടച്ചാൽ മതി, 7,668 അടച്ചാൽ മതി. ആൻഡ് ദ ലാസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് 25,560 രൂപ മൊത്തമായിട്ട് അടയ്ക്കണം. അതിനകത്ത് 7,668 മൈനസ് 7,668 മൈനസ് 3,834, ബാക്കി 6,390 രൂപ നമ്മുടെ ലാസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് പേ ചെയ്യുക. ഇതങ്ങ് ക്ലോസ് ചെയ്യും.
ചെയ്ത് മനസ്സിലായോ? സോ ടോട്ടൽ എമൗണ്ട് ഓഫ് അഡ്വാൻസ് ടാക്സ് എത്രയാണ്, അല്ലെങ്കിൽ ടോട്ടൽ എമൗണ്ട് ഓഫ് ലൈബിലിറ്റി എത്രയാണ് നമുക്ക് തുടക്കത്തിൽ ഫസ്റ്റ് എമൗണ്ടിൽ തന്നെ നമുക്ക് മനസ്സിലായി. നമുക്ക് പിന്നീട് എവിടെയും വെച്ചിട്ട് എന്ത് ചെയ്യേണ്ടി വന്നില്ല, റിവിഷൻ ചെയ്യേണ്ടി വന്നില്ല. മനസ്സിലായി? നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ആൻസറിലോട്ട് കിടക്കാം. ഓരോ ഇൻസ്റ്റാൾമെൻറ്റിനകത്ത് എത്രയാണെന്ന് നോക്കാം, ഇതിന് മുമ്പ് പേ ചെയ്ത് മൈനസ് ചെയ്യാം. ഓരോ ഇൻസ്റ്റാൾമെൻറ്റിലും ഡ്യൂ ആയിട്ടുള്ള എമൗണ്ട് എത്രയാണെന്ന് നോക്കാം, ഇതിന് മുമ്പുള്ള ഇതിനകത്ത് മൈനസ് ചെയ്യാം. ചെയ്താൽ മനസ്സിലായോ? ഇനി ഇല്ലുസ്ട്രേഷൻ നമ്പർ 2 നോക്കി. Find out the amount of advance tax payable by ABC Limited on a specified date for the financial year 1920. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ബിസിനസ് ഇൻകം ഉണ്ട് 1,75,000. ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എപ്പോഴാണ് ഉണ്ടായിരിക്കണേ? സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റിലാണ് ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടായിരിക്കുന്നത് 2,50,000 അല്ലേ? ബാങ്ക് ഇൻട്രസ്റ്റ് അതർ സോഴ്സിനകത്ത് 10,000 ഉണ്ട്. TDS ഓൺ ബിസിനസ് ഇൻകം എന്ന് പറഞ്ഞിട്ട് എത്ര തന്നിട്ടുണ്ട്? 20,550 തന്നിട്ടുണ്ട്. സോ നമുക്ക് ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കാം. 1,75,000, 2,50,000, 10,000. ടോട്ടൽ ചെയ്യുമ്പോൾ 4,35,000 വരും അല്ലേ? അതിൻ്റെ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഈ എമൗണ്ട് ഒന്ന് ഓർത്ത് വെച്ചോ, TDSന്റെ എമൗണ്ട് ഒന്ന് ഓർത്ത് വെച്ചോ, 20,500. അതിനെ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? പറഞ്ഞേ. അതിൻ്റെ ടാക്സ് ലൈബിലിറ്റി കണ്ടുപിടിക്കുന്ന നേരത്ത് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ 2,50,000 അതിൻ്റെ 20% എന്ന് പറയുമ്പം ടാക്സ് 50,000 വരും അല്ലേ? അതിൻ്റെ സെസ് 4% 2,000 വരും. ടോട്ടൽ 52,000 നമ്മൾ ഏതിൻ്റെ പേ ചെയ്യണം? ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ്റെ പേ ചെയ്യണം. ഇനി അതർ ഇൻകം ആണെങ്കിലോ 1,85,000 ബിസിനസ് ഇൻകം അല്ലേ? ബിസിനസ് ഇൻകം എന്നല്ലേ പറഞ്ഞേ? അതെ, 1,75,000. ഓക്കെ. സോ അതർ ഇൻകത്തിന് 30% വരും. ഇവിടെ 30% വരാനുള്ള കാരണം എന്താ? കമ്പനിയാണ് അല്ലേ? നമ്മുടെ അസസി എന്ന് പറയുന്ന ആരാ? നോക്കിയേ, ABC ലിമിറ്റഡാ. നമ്മുടെ അസസി എന്ന് പറയുന്നത് ABC ലിമിറ്റഡാ. സോ കമ്പനിയാ. സോ അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എത്ര ശതമാനം? അതർ ഇൻകത്തിന് 30% ചാർജ് ചെയ്യാം. സോ ഇവിടെ നോക്കി, ടാക്സ് ഓൺ എബോ 50,000 55,000 വരും. അതിന്റെ സർചാർജ് ആഡ് ചെയ്യാം, സെസ് ആഡ് ചെയ്യാം. ആ സെസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 57,720 വരും. അതിനകത്ത് നിന്ന് നമുക്ക് TDS ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ബിസിനസ് ഇൻകത്തിന് TDS ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ TDS മൈനസ് ചെയ്യാം. സോ ക്യാപിറ്റൽ ഗെയിൻ 52,000 രൂപയും അതർ ഇൻകത്തിന് 37,170 രൂപയും വരും. ഈ ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാവുന്നത് എപ്പോഴാണ്? നമ്മുടെ സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് പേ ചെയ്യുന്ന സമയത്താണ് ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാവുന്നത്. സോ അഡ്വാൻസ് ടാക്സ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യണേ എന്ന് നോക്കാം. ഓക്കെ, പറയട്ടെ. അതായത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ടോട്ടൽ 37,170 വരും അല്ലേ? അതായത് 37,170 ആണ് നമ്മുടെ അതർ ദാൻ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് പറഞ്ഞത് അല്ലേ? ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാവുന്നത് സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റിലാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റിൽ ആ എമൗണ്ട് ട്രീറ്റ് ചെയ്യാതിരുന്നത്. സോ 37,170ന്റെ 15% നമ്മൾ പേ ചെയ്യണം. 5,576 രൂപ വരും. ഇനി സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് നോക്കി. സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് എത്രയാ? 52,000 രൂപയാ. ആണോ? ഏത് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ വരുന്ന സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് 52,000 രൂപ. എല്ലാവരും തെറ്റിക്കുന്നത് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ കിട്ടിയിട്ട് ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് അല്ലേ? അങ്ങനെ ചിന്തിക്കരുത്. മനസ്സിലായി? ലോങ് ടൈം ക്യാപിറ്റൽ കിട്ടുന്നത് സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റിലാണെങ്കിൽ ആ സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റിനകത്ത് വരുന്ന 45% ടാക്സ് അടക്കണം. മനസ്സിലായി? സോ സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റിൽ 23,400 ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് അടക്കണം. ഇവിടെ 37,170യുടെ 45% മൈനസ് ഓൾറെഡി പേ ചെയ്തിരിക്കുന്ന ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് 5,576 മൈനസ് ചെയ്യുമ്പോൾ 11,151 രൂപ വരും. ഇതും കൂടെ ആഡ് ചെയ്യുക. ടോട്ടൽ എത്ര അടക്കണം? 34,551 രൂപ അടക്കണം. ഇനി തേർഡ് ഇൻസ്റ്റാൾമെന്റിൽ നോക്കി. ഈ 52,000ന്റെ 75% മൈനസ് 23,400 15,600 വരും. ഇവിടെ ഈ 37,170യുടെ 75% അതിനകത്തുനിന്ന് ഓൾറെഡി പേ ചെയ്ത് മൈനസ് ചെയ്യാം. നമുക്ക് 11,115 വരും. ഈ എമൗണ്ടും ഇതും കൂടെ അങ്ങ് ആഡ് ചെയ്യാം. 26,751 വരും. ആൻഡ് ദ ലാസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് 52,000 അതിനകത്തുനിന്ന് ഓൾറെഡി പേ ചെയ്ത് മൈനസ് ചെയ്യുമ്പോൾ 13,000 വരും. ഇവിടെ 37,170 ഓൾറെഡി പേ ചെയ്തിരിക്കുന്ന മൈനസ് ചെയ്യുമ്പോൾ 9,292 വരും. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 22,292 എന്ന് പറയുന്ന സാധനം വരും. മനസ്സിലായി? രണ്ടും കൂടെ ആഡ് ചെയ്യുന്ന നേരത്ത് നമുക്ക് ലാസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് വരും. ഓക്കെ. സോ ഇത്രയാണ് നമുക്ക് ഇതിന്റെ പ്രോബ്ലം. ഇതിന്റെ കൂട്ടത്തിൽ ഒരു പ്രോബ്ലം കൂടെ ഉണ്ട്. അതൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. സോ അഡ്വാൻസ് ടാക്സ് എന്ന് പറയുന്ന സാധനം ആ പറയുന്ന ഇൻസ്റ്റാൾമെന്റ് കാര്യങ്ങളൊക്കെയാണ് കറക്റ്റ്. അതൊന്ന് നിർബന്ധമായിട്ടൊന്ന് ചെയ്ത് നോക്കണം. ഓക്കെ. നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് കാണാം. ബൈ.